السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. يا ربنا لك الحمد كما ينبغي لجلالك. يا ربنا لك الحمد كما ينبغي لجلالك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. صدق الله العلي العظيم. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ പരസ്പരം കൈമാറിയ ഈ പ്രൗഢമായ വേദിയിൽ ഭവിഷ്യരായിട്ടുള്ള പ്രഗത്ഭരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് എന്റെ അഭിനന്ദരായ ഉസ്താദുമാരായ ആദരണീയരായ ഉസ്മാൻ ഉസ്താദും അതുപോലെ ത്വാഹ ഉസ്താദ്, സഖാഫി ഉസ്താദ്, വേദിയിൽ ഭവിഷ്യരായിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ, ഈ ഒരു മഹത്തായ വേദിയിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, ഒരുപാട് വൈകി എന്നറിയാം. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇരിക്കുക. കാരണം കുറെ സമയമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് എനിക്കറിയാം. ഒന്ന് ക്ഷീണമൊക്കെ മാറാനും പിന്നെ ആ ബാക്കിലുള്ള ആളുകൾ മുമ്പിൽ വന്നിട്ടിരുന്നാൽ സന്തോഷമായിരുന്നു. ഞാൻ ഒരുപാട് ഇന്ന് നാളെയും കൂടി ഇവിടെ തന്നെ ആയതുകൊണ്ടും ഇന്നൊരുപാട് വൈകിയത് കൊണ്ടും ഒരു ദീർഘമായ ഒരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മുമ്പിൽ വന്നിട്ട് സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് അല്പം ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇന്ന് നമ്മൾക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ തുടങ്ങി വിശാലമായി സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ വരുന്നതും ഒരുമിച്ച് കൂടിയതും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം ചെയ്ത ഇതിന്റെ സംഘാടകർ അല്ലാഹു ഇഹപര വിജയം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിലും നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ മുക്കുമൂലകളിലൊക്കെ സൗഹാർദ്ദവും സ്നേഹവും അന്ത്യനാൾ വരെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നെനിക്കറിയാം. അതുകൊണ്ട് തദ്വിഷയകമായി ഇനിയും നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാം സമാധാനത്തിന്റെയും സന്ദേശത്തിന്റെയും സാന്ത്വനത്തിന്റെയും കാരുണ്യത്തിന്റെയും മതമാണ് എന്നത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അല്പം ചില ആളുകൾ ബോധപൂർവം ഇസ്ലാമിന്റെ നന്മയെ മറച്ചുവെച്ച് ചില ദോഷൈകതൃക്കുകൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ പർവ്വതീകരിച്ച് സമൂഹത്തിനെ ലോകത്തിന്റെ ഇടയിൽ മുസ്ലിമീങ്ങളെ താറടിക്കാനും കരിവാരിത്തേക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ മതം എന്ത് എന്ന് പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. ഞാൻ ഒരിക്കലും ഇസ്ലാമിനെതിരെ ഒളിയമ്പുകളും വസ്ത്രങ്ങളും എഴുതപ്പെടുന്ന ആളുകളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവരെ ഞാൻ ഒരിക്കലും ആക്ഷേപിക്കില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണ്.
ഡേവിഡ് മൂസ പിഡ്കോക്ക് പറഞ്ഞതുപോലെ ഇസ്ലാം is the best product but the Muslims are the worst dealer. ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പന്നം, ലോകത്തെ ഏറ്റവും മൂല്യമുള്ള പ്രൊഡക്റ്റ് അത് ഇസ്ലാമാണ്. ഇസ്ലാം is the best product but Muslims are the worst dealer. പക്ഷേ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ, അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് കൈക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളാണ് ഈ ഇസ്ലാമിന് സമൂഹത്തിന്റെ ഇടയിൽ, സമൂഹങ്ങൾക്കിടയിൽ കരുവാരിത്തേക്കാൻ കാരണമായത് എന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന സഹോദരൻ പറയുമ്പോൾ എല്ലാ അർത്ഥതലങ്ങളിലും ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്നേ വരെ ഇസ്ലാമിക സാമ്രാജ്യങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിനെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മന്ത്രിമാർ, അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള പട്ടാളക്കാർ, അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഭൂരിഭാഗവും അമുസ്ലിമീങ്ങളായിരുന്നു എന്ന് ചരിത്രം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ഹാസ്യ കഥാപാത്രമായി കാണുന്ന, പക്ഷേ ലോകം ഒരു വലിയാണ് എന്ന് അംഗീകരിച്ച ആദരണീയരായ കുഞ്ഞായി മുസ്ലിയാരിന്റെയും മങ്ങാട്ടച്ചന്റെയും സൗഹൃദ കഥകൾ നമ്മൾക്ക് പരിചിതമാണ്. വലിയൊരു പണ്ഡിതനായിരുന്നു. കപ്പപ്പാട്ടിന് എന്ന ഒരു ഗ്രന്ഥത്തിന്റെ കവിതാശകലങ്ങളുടെ രചയിതാവ് കൂടിയായ കുഞ്ഞായി മുസ്ലിയാർക്ക് മങ്ങാട്ടച്ചനില്ലാത്ത ജീവിതം അറിയില്ല. കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മങ്ങാട്ടച്ചന്റെ കഥകളാണ്. മങ്ങാട്ടച്ചൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞായി മുസ്ലിയാരുടെ കഥകളാണ്. സാമൂതിരി രാജാവ് എന്ന് പറയുമ്പോ കുഞ്ഞാലി മരക്കാരുടെ കഥകളാണ് ഓർമ്മ വരുന്നത്. ടിപ്പു സുൽത്താൻ എന്ന് പറയുമ്പോ പൂർണ്ണയ്യയുടെ കഥകളാ ഓർമ്മ വരുന്നത്. മമ്പുറന്തങ്ങൾ എന്ന് പറയുമ്പോ കോന്തുനായരുടെ കഥകളാ ഓർമ്മ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ഏതൊക്കെ മുക്കുമൂലകളിൽ മുസ്ലിമീങ്ങൾ ഭരണം കൊണ്ടാടിയിട്ടുണ്ടോ അവരുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ, അവരുടെ ഉപദേശ നിർദ്ദേശകരായി അവരുടെ പട്ടാളങ്ങളിലും സൈന്യങ്ങളിലും ഭരണ കേന്ദ്രങ്ങളിലും അവർ വിന്യസിച്ചിരുന്നത് അമുസ്ലിമീങ്ങളെയാണ്. അതുപോലെ അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്തുകൊണ്ടോ എന്തെന്നറിയില്ല, അല്പം ചില കാലങ്ങളായി ചില അസ്വസ്ഥതകൾ നമ്മുടെ നാടുകളിലും ചുറ്റുഭാഗങ്ങളിലും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വിഷമകരമാണ്. ഇവിടെ ചർവിത ചർവണം നടത്തപ്പെട്ടതുപോലെ ഇസ്ലാം സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ്. ഹൈന്ദവ മതം പറയുന്നത് ഓം ശാന്തി ശാന്തി, സമാധാനത്തിലേക്ക് വിളിക്കുകയാണ് ഹൈന്ദവ മതം. ക്രൈസ്തവ മതം വിളിക്കുന്നത് സമാധാനത്തിലേക്ക്. അതുപോലെ തന്നെ ഇസ്ലാം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പരിശുദ്ധ മതം ഇസ്ലാമും നമ്മെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ പാതയിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായി ഒരു ജൂതൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികളുടെ കൊടിയ ശത്രുക്കളാണ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ ശത്രുത പുലർത്തുന്ന ആളുകൾ, ഇസ്ലാമിനെ സമൂഹത്തിന്റെ ഇടയിൽ എന്നും കരിവാരിത്തേക്കുവാനും നിഷ്കാസനം ചെയ്യുവാനും വേരോടെ പിഴുതെറിയാനും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂതന്മാർ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ സേവകനായിരുന്നത് ഒരു ജൂതനായ ഒരു പയ്യനായിരുന്നു. ആ ഒരു ജൂതനായ ഒരു പയ്യൻ രോഗിയായി രോഗശൈലിയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു തന്റെ സേവകനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ജൂതനായ കുട്ടിയുടെ സമീപത്തുണ്ട് അവന്റെ പിതാവ്. പക്ഷേ പാരത്രിക ജീവിതമുണ്ടെന്നും മരണശേഷം ഒരു ലോകമുണ്ടെന്നും പറയുന്ന വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അസ്തമിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറയുന്നുണ്ട്, അസ്ലിം, നീ മുസ്ലിമായിക്കോ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ അടിച്ചേൽപ്പിക്കലില്ല. ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ ഫദക്കിർ ഇന്നമാ ആത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. നബിയേ, നിങ്ങൾ ഉപദേശിച്ചാൽ മതി. നിങ്ങളുടെ ഡ്യൂട്ടി ആളുകൾക്ക് സന്ദേശം എത്തിക്കലാണ്. അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ല. നിങ്ങളുടെ കടമ, നിങ്ങളുടെ ദൗത്യം സമൂഹത്തിലേക്ക് നന്മ എത്തിച്ചു കൊടുക്കലാണ്. നിർബന്ധിച്ചിട്ട് അവർ മതപരിവർത്തനം നടത്തേണ്ടത് ഹബീബിന്റെ ബാധ്യതയല്ല, മുസ്ലിമീങ്ങളുടെയും ബാധ്യതയല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, പരിശുദ്ധ മതം ഒരാളെയും നിർബന്ധത്തോടെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്താൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഹബീബ് മരണശൈലിയിൽ കിടക്കുന്ന ആ സേവകനോട് പറയുന്നു, അസ്ലിം, നീ മുസ്ലിമായിക്കോ. മുസ്ലിമായാൽ നിന്റെ പാരത്രിക ജീവിതം രക്ഷപ്പെടാൻ നിനക്ക് പറ്റും. അതുകൊണ്ട് മുസ്ലിമായിക്കോ. ആ കുട്ടി ജൂതനായ തന്റെ പിതാവിനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ജൂതനായ തന്റെ പിതാവിനെ നോക്കാൻ തുടങ്ങി. ഉപ്പ എന്താ പറയണത്? അപ്പോ ജൂതനായ ഉപ്പ, ജൂതനായ പിതാവ് പറയേണ്ടത് വിശ്വസിക്കരുത് മോനെ എന്നാണ്. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്. ആ ജൂതനായ പിതാവ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലിം എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞത്, ഐ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, എന്റെ പൊന്നുമോനെ, അബൽ ഖാസിം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഓമന പേരാണ് അബൽ ഖാസിം എന്നുള്ളത്. ഹബീബിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന നാമമാണ് അബുൽ ഖാസിം. ആ ഒരു സ്നേഹത്തിന്റെ ഓമന പേരുകൊണ്ട് ഇസ്ലാമിന്റെ കൊടിയ ശത്രു വിളിക്കുകയാണ് അബുൽ ഖാസിം, ഹബീബിന്റെ ഇഷ്ടനാമം. എന്നിട്ട് പറയാ, അബുൽ ഖാസിം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാൻ കൊച്ചുമോനോട് ഉപ്പ പറഞ്ഞു കൊടുക്കാൻ. കുട്ടി മുസ്ലിമായി ഷഹാദത്ത് കലിമ ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്ത്യശ്വാസം മരിച്ചുപോയി. ആ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയോട് പറയുന്നത്, കുട്ടി മുസ്ലിമായ സ്ഥിതിക്ക് കുട്ടിയെ ഞങ്ങൾ മുസ്ലിമീങ്ങൾ സംസ്കരിക്കുന്നത് പോലെ ഖബറിൽ കൊണ്ടുപോയി മറമാടുന്നത് പോലെ ഞങ്ങൾ മറമാടിക്കോട്ടെ. പിതാവ് സമ്മതിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷമായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു ബി മിനന്നാർ. അല്ലാഹുവേ, ഞാൻ കാരണത്താൽ ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റിയല്ലോ. നരകത്തിലേക്ക് പോവേണ്ടവൻ, നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ട ഒരു കുട്ടിയെ, ഒരു സഹോദരനെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു തെറ്റ് ചെയ്താൽ നന്മ കൊണ്ട് നേരിടണമെന്ന് പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. ഒരു തെറ്റ് ചെയ്താൽ, ഒരാളെ ആക്രമിച്ചാൽ അങ്ങോട്ട് അടിക്കാനല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെതിരെ കരിവാരി തേക്കുവാനും ഇസ്ലാമിനെ പരിഹസിക്കുവാനും ആളുകൾ ശ്രമിക്കുമ്പോ അവരെ നിർമാർജനം ചെയ്യാനല്ല, അവരെ ആക്രമിക്കാനല്ല മുസ്ലിമീങ്ങളായ നമ്മൾ തയ്യാറെടുക്കേണ്ടത്. പിന്നെന്തിനാണ് എന്തെങ്കിലും ഒരു തിന്മകൾ ഇങ്ങോട്ട് ചെയ്യുമ്പോ അങ്ങോട്ട് നന്മകൾ ചെയ്തിട്ടാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൊടിയ ശത്രുക്കൾക്കിടയിലുള്ള ശത്രുത പോലും പമ്പ കടന്ന് അവർ രണ്ടുപേരും സുഹൃത്തുക്കളാവാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. മദീനയിലേക്ക് ചെന്നു. മക്കക്കാരായ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ചു മക്കക്കാരായ മുശ്രിക്കീങ്ങൾ. എന്തിന്റെ പേരിലാണ് അന്നും ഇന്നും ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുന്നത്? എന്ത് തെറ്റാണ് മുസ്ലിമീങ്ങൾ ചെയ്തത്?
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതാണോ നമ്മുടെ തെറ്റ്? അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവമില്ല, അല്ലാഹു മാത്രമാണ് സർവശക്തനായ റബ്ബ്, അല്ലാഹു മാത്രമാണ് ദൈവമെന്ന് പറഞ്ഞതാണോ മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ്? ഏതെങ്കിലും ഒരു അമ്പലങ്ങൾ കയ്യേറാൻ നമ്മൾ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചർച്ചകൾ കയ്യേറാൻ പോയിട്ടുണ്ടോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ദമസ്കസിലെ ഒരു പള്ളി വിപുലീകരിക്കേണ്ട സമയത്ത് തൊട്ടപ്പുറത്തുള്ളത് ചർച്ചായിരുന്നു, തൊട്ടപ്പുറത്തുള്ളത് ക്രിസ്തീയ ചർച്ചായിരുന്നു, ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ദമസ്കസ് ഭരിക്കുന്നത് മുസ്ലിമീങ്ങളായിരുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തുള്ള ക്രിസ്ത്യൻ പള്ളിയെ, ക്രിസ്ത്യൻ ചർച്ചിനെ തച്ച് തകർത്ത് തരിപ്പണമാക്കി പള്ളി വിപുലീകരിച്ചപ്പോ ഡമസ്കസ് ഭരിക്കുന്ന മുസ്ലിമായ ഭരണാധികാരി തൊട്ടപ്പുറത്തുള്ള ക്രിസ്ത്യൻ ചർച്ച് തരിപ്പണമാക്കി മുസ്ലിം പള്ളി പണിതപ്പോ മുസ്ലിമീങ്ങളായ പള്ളി, മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന ഭവനം, അല്ലാഹുവിന്റെ ഭവനം വിപുലീകരിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇത് അറിയാനിടയായി. ഉടനെ തന്നെ സന്ദേശവാഹകനയച്ചു, ഉടനെ തന്നെ ഡമസ്കസിലെത്തി. എന്നിട്ട് പള്ളി പൊളിച്ചു വീണ്ടും ക്രിസ്തീയ ചർച്ച് പണിയാൻ പറഞ്ഞു. ഈ പള്ളി പൊളിക്കുകയും ക്രിസ്ത്യന്മാർ ആരാധിക്കുന്ന ക്രൈസ്തവ ദേവാലയം പുതുക്കിപ്പണിത് പള്ളി പൊളിച്ചവിടെ ക്രൈസ്തവ ദേവാലയം പുതുക്കിപ്പണിയാൻ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൽപ്പന നൽകി. അപ്പോഴാണ് അന്നാട്ടുകാരായ ക്രൈസ്തവരെല്ലാം ഒരുമിച്ച് കൂടി ഇസ്ലാമിന്റെ സന്ദേശം ഇതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതറിഞ്ഞപ്പോ നേരെ വന്നത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്കാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളി പുതുക്കി പണിയേണ്ട ആവശ്യമില്ല, അവിടെ പള്ളി തന്നെ നിന്നോട്ടെ. ഇതായിരുന്നു സൗഹാർദ്ദങ്ങള്. ഏതെങ്കിലും ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ എഴുതി വെക്കരുത്. ഐസിസിനെ പോലെയുള്ള അൽ ഖായിദയെ പോലെയുള്ള ഏതെങ്കിലും വർഗീയ തീവ്രവാദികളായ ഭീകരവാദികളായ സംഘടനകൾ ചെയ്തു കൂട്ടുന്നത് പാവങ്ങളായ കാരുണ്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ മതത്തിന്റെ പേരിൽ എഴുതി വെക്കരുത്. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചതിന്റെ പേരിൽ മക്കാ മുശ്രിക്കീങ്ങൾ ശക്തമായി അവിടെ നിന്ന് ക്രൂരമായി പീഡിപ്പിച്ചു. മഹാനായ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു എന്തിന്റെ പേരിലാണ് ശക്തമായ മരുഭൂമിയിലൂടെ നഗ്നനായി വിളിച്ചുകൊണ്ട് പോകപ്പെട്ടത്? എന്തിന്റെ പേരിലാണ്? ശത്രുക്കൾ എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? മക്കാ മുശ്രിക്കീങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, ആലോചിക്കേണ്ട വിഷയം. ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ആളുകൾ, ഇസ്ലാമിനെതിരെ പേനയുന്തുന്ന ആളുകൾ, ഇസ്ലാമിനെതിരെ നാഴികക്ക് 40 വട്ടം ആക്ഷേപത്തിന്റെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകൾ എന്തിന്റെ പേരിലായിരുന്നു അന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള കാരണങ്ങൾ എന്താണ്? മഹാനായ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്രൂരമായി, വളരെ നിഷ്ഠൂരമായി, വളരെ ദയനീയമായി മക്കയുടെ മണലാരുണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോയി അവസാനം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ ഉമയ്യ എന്ന് പറയുന്ന യജമാനൻ തന്റെ വസ്ത്രം ഉയർത്തിയിട്ട് വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത് എന്തിന്റെ പേരില? എന്ത് തെറ്റ് ചെയ്തു? ഉമയ്യയ്ക്കൊരു ബോറേൽപ്പിച്ചിട്ടുണ്ടോ? ഉമയ്യയ്ക്കൊരു വേദന നൽകിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ ഉണ്ടാക്കാത്ത മുസ്ലിമീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിൽ അന്ന് തുടങ്ങിയതാണ് ആക്ഷേപങ്ങൾ. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. بدأ الإسلام غريبا وسيعود كما بدأ. എങ്ങനെയാണോ ഇസ്ലാം തുടങ്ങിയത് അതുപോലെയാണ് ഇസ്ലാം അസ്തമിക്കുന്നത്. പർദ്ദ ധരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ വളരെ ക്രൂരമായി സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ
ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉഹ്യാവയവങ്ങളിലേക്ക് ഇരുമ്പിന്റെ കണ്ടു കുത്തിക്കയറ്റി വളരെ ക്രൂരമായി കൊലവിളിച്ചത്. അതേപോലെ ഇന്ന് മുസ്ലിമീങ്ങൾ പർദ്ദ ധരിക്കുമ്പോ ഹിജാബ് ധരിക്കുമ്പോ എന്താണ് ആർക്കാണ് ഇവിടെ കുഴപ്പമുള്ളത്? പക്ഷേ എന്നിട്ടും ഇവിടെ കുഴപ്പമുണ്ടാക്കുക. ഇവിടെ വസ്ത്രം ധരിക്കാതെ അർദ്ധനഗ്നയായി ഹാഫ് ട്രൗസർ ഇട്ട് ടീഷർട്ട് ധരിച്ച് ശരീരം മുഴുവനും പ്രദർശിപ്പിച്ച് സമൂഹത്തിന്റെ മധ്യത്തിലൂടെ നടക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഒരു പെണ്ണിന് ശരീരം മുഴുവനും മറച്ചു നടക്കാൻ പാടില്ല എന്ന് ആർക്കാണ് പറയാൻ പറ്റുക? എന്ത് സംസ്കാരമാണിത്? എന്ത് നീതിയാണിത്? എങ്ങനെയാണ് ഇതിന് അംഗീകരിക്കാൻ പറ്റുക? ഒരാൾ ശരീരം മുഴുവനും മറച്ചു നടക്കാൻ പാടില്ല, എന്നാൽ ശരീരം മുഴുവനും തുറന്നു നടക്കുന്നതിന് സപ്പോർട്ട് കൊടുക്കുക. എന്ത് സംസ്കാരമാണിത്? നിങ്ങൾ ഇതൊക്കെയല്ലേ മുസ്ലിമീങ്ങൾക്കെതിരെ ആക്ഷേപിക്കുന്ന പ്രശ്നങ്ങള്? ഒരു പെണ്ണ് എന്റെ ശരീരം എന്റെ ഭർത്താവിന് മാത്രമേ ഞാൻ സമർപ്പിക്കൂ, അത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൂല, ഞാനത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൂല, എന്റെ ശരീരം എന്റെ ഭർത്താവിനുള്ളതാണ് എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഹിജാബിന്റെ മറവിൽ ശരീരം ഔറത്ത് മറച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോ ഞങ്ങൾക്കും ചോദ്യം ചെയ്യാനുണ്ട്. അർദ്ധനഗ്നരായി ഔറത്ത് മറക്കാതെ നമ്മുടെ പട്ടണങ്ങളിലൂടെ, നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെ, ഗ്രാമാന്തരങ്ങളിലൂടെ നടക്കുന്നവരെ, ടൗണുകളിലൂടെ നടക്കുന്നവരെ മറ്റുള്ള ആളുകളെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് ഇസ്ലാമിനെതിരെ ആക്ഷേപിക്കാൻ ഒരു ആക്ഷേപം ആർക്കും ഇന്ന് വരെ യഥാർത്ഥമായ ഒരു ആക്ഷേപം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പിന്നെ നമ്മളിൽപ്പെട്ട ചില ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുമ്പോ അതൊരു ആയുധമായി എടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മള് എങ്ങനെയാണോ ഇസ്ലാം തുടങ്ങിയത് അതേപോലെ ഇസ്ലാം അസ്തമിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാന്മാരായ സ്വഹാബാക്കളെ നാടുകടത്തി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതൃവ്യന്റെ മകൻ ജഅഫർ റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയും ഒരുപാട് മുസ്ലിമീങ്ങളെയും നാട്ടിൽ നിന്ന് നാട് കടത്തുകയാണ് മക്കാ മുശ്രിക്കീങ്ങൾ. അവിടെയുള്ള നജ്ജാശി രാജാവ് അഭയം നൽകി. ആ അഭയം നൽകിയ സ്ഥലത്തേക്ക് മക്കക്കാരായ കിങ്കരന്മാരായ ധിക്കാരികളായ അഹങ്കാരികളായ ബഹുദൈവ വിശ്വാസികൾ നജ്ജാശി രാജാവിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഇവരെ കള്ളന്മാരാണ്, ഇവരെ പുതിയ മതം കൊണ്ടുവന്നവരാണ്, അതുകൊണ്ട് ഇവരെ നാട്ടിൽ കോപ്പക്കാരാണ്, ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോ ആലോചിക്കണം, നമ്മള് നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവരല്ല ഇവർ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയവരല്ല ഇവർ, നാട്ടിലവര് ഒരു കുഴപ്പവും ഇന്നേവരെ ഉണ്ടാക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നാട് കടത്തി നജ്ജാശി രാജാവ് അഭയം നൽകിയപ്പോ അവിടേക്കും എത്തി മക്കാ മുശ്രിക്കീങ്ങള്, അവിടേക്കും എത്തി. എന്നിട്ട് നജ്ജാശി രാജാവിനോട് പറഞ്ഞു, ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇവര് പ്രശ്നക്കാരാണ്. പക്ഷെ എല്ലാവരും ബുദ്ധിയില്ലാത്തവരല്ലല്ലോ, എല്ലാവരും ബുദ്ധി പണയം വെക്കുന്നവരല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടുന്നവരല്ലോ അല്ലല്ലോ. എല്ലാവരും കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും, കാള പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടുന്ന ആളുകളല്ലല്ലോ എല്ലാവരും. നജ്ജാശി രാജാവ് മുസ്ലിമീങ്ങളായ ഒരാളോട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ സംസ്കാരം, എന്താണ് നിങ്ങളുടെ മതം പറയുന്നത്, എന്താണ് നിങ്ങളുടെ ആശയം? അപ്പോഴാണ് മഹാനായ സയ്യിദുനാ ജഅഫർ റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തിയത്. അയ്യുഹൽ മലിക്, ശ്രദ്ധിക്കണേ, ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഈ വാക്കുകൾ. എന്തിന്റെ പേരിലാണ് ആക്ഷേപങ്ങൾ ഉണ്ടാക്കിയത്? എന്തിന്റെ പേരിലാണ് നഗ്നനായി മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയത്? എന്തിന്റെ പേരിലാണ് തീക്കുണ്ടാരമുണ്ടാക്കി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ വലിച്ചെറിഞ്ഞത്? എന്തിന്റെ പേരിലാണ് ഒരുപാട് മഹാന്മാരായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റിയത്? എന്തിന്റെ പേരിൽ? അദ്ദേഹം പറയാൻ തുടങ്ങി, അയ്യുഹൽ മലികു, രാജാവേ ഞങ്ങൾ വിഡ്ഢികളായിരുന്നു, വിവരദോഷികളായിരുന്നു. The period of ignorance, അജ്ഞതയുടെ യുഗം, ഇരുണ്ട യുഗം, വിവരമില്ലാത്ത കാട്ടറബികളായിരുന്നു ഞങ്ങള്. അവിടേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ഏതാണ് ഈ ബിംബങ്ങള്? സംസാരിക്കാൻ കഴിയാത്ത, ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഞങ്ങള്.
ഒരു കാട്ടറബി തന്റെ കയ്യിൽ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബിംബവുമായി നടന്നു പോകുമ്പോഴാണ് മൂത്രമൊഴിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നത്. തന്റെ ബിംബം എന്ന് പറയുന്ന ആ കല്ലിന്റെ പ്രതിമ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കാൻ മറയത്തേക്ക് ചെന്നു. മൂത്രമൊഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഒരു നായ കാലുയർത്തി തന്റെ ബിംബത്തിലേക്ക് മൂത്രമൊഴിക്കുന്നത് കണ്ടു. ഒരു നായ ശരീരത്തിലേക്ക് മൂത്രമൊഴിക്കുന്നത് പോലും തടയാൻ പറ്റാത്ത ഒരു ദൈവത്തെയാണോ ഞാൻ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു ആ ഒരു മൺപ്രതിമയെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഒരു ഉപകാരം ചെയ്യാത്ത, എന്നാൽ ഒരു നന്മ ചെയ്യാത്ത, ജനങ്ങൾക്ക് സംസാരിച്ചാൽ തിരിയാത്ത ഒരു ബിംബങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു ഞങ്ങള്. ശവങ്ങളെ തിന്നുന്ന ആളായിരുന്നു ഞങ്ങള്. ഇത് ഞങ്ങൾ നിർത്തി, ബിംബങ്ങളെ ആരാധിക്കുന്നത് നിർത്തി. അത് ഞങ്ങളുടെ തെറ്റാണോ രാജാവേ? ചോദിക്കുകയാണ്. ഞങ്ങൾക്കും ചോദിക്കാനുണ്ട്. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നില്ല, അത് ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണോ? ആരാധിക്കുന്നവരെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ആരാധിക്കുന്നവരെ, നിങ്ങളുടെ ബിംബങ്ങളെ, നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരുത്സാഹപ്പെടുത്താനോ പരിഹാസിക്കാനോ ഞങ്ങളില്ല. അല്ലാഹുവല്ലാതെ, അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കുന്ന, അല്ലാഹുവിനെയല്ലാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന മറ്റു മതസ്ഥരുടെ ആരാധനാ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള മതസ്ഥർ ആരാധിക്കുന്ന ബിംബങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്, ചീത്ത പറയരുത്. ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ മുസ്ലിമല്ല, അവനെ കുറിച്ച് മുസ്ലിം എന്ന് പറയാനും പറ്റൂല. ഇസ്ലാമിന്റെ നാമം ഉള്ളത് കൊണ്ട് മുസ്ലിം ആവോ? ഒരാളുടെ പേര് മുസ്ലിം നാമമാണ്, അതുകൊണ്ട് മുസ്ലിം ആവൂല. മുസ്ലിം ആവണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു, അത് ഞങ്ങൾ നിർത്തി. അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? അതിന്റെ പേരിലാണോ ഞങ്ങൾ ആക്രമിക്കുന്നത്? ഞങ്ങൾ ചത്തുപോയ ശവങ്ങളെ തിന്നുന്ന ആളായിരുന്നു. ചത്തുപോയ ശവങ്ങളെ, ആടുകളും ചത്തുപോയാൽ അതിനെ പോലും കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങള്. പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നപ്പോ ഞങ്ങളോട് പറഞ്ഞു, ചത്തതിനെ നിങ്ങൾ കഴിക്കല്ല, ചത്തുപോയ വസ്തുക്കളെ കഴിക്കല്ല. അതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതിന്റെ പേരിലാണോ? ചത്ത ശവങ്ങളെ കഴിക്കാത്തതിന്റെ പേരിലാണോ മക്കയിൽ നിന്ന് ഞങ്ങൾ ഹബ്ശീനയിലേക്ക് നാട് കടത്തിയത്? ഞങ്ങൾ വ്യഭിചരിക്കുമായിരുന്നു. മൂന്ന് കാര്യമാണ് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. വൈൻ, വുമൻ, വാർ. പെണ്ണ്, മദ്യം, യുദ്ധം. ഇത് മൂന്നെണ്ണമല്ലാതെ വേറൊന്നിനെ കുറിച്ചും ആലോചിക്കാത്ത ഞങ്ങൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കല്ല. വ്യഭിചരിക്കല്ല എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കല്ല. ഞങ്ങൾ വ്യഭിചരിക്കുമായിരുന്നു. ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഒരു മതിലുകൾ ഉണ്ടായിട്ടില്ല. അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകൾക്കുമിടയിൽ ഒരു അതിർവരമ്പുണ്ടായിട്ടില്ല. തോന്നും പോലെ നായകൾ ബന്ധപ്പെടുന്നത് പോലെ, മൃഗങ്ങൾ ബന്ധപ്പെടുന്നത് പോലെ ഇന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ചീഞ്ഞു മാറുന്ന അപരിച്ച സംസ്കാരം തുടരുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങൾ വ്യഭിചാരികളായിരുന്നു. അത് ഞങ്ങൾ നിർത്തി. ഞങ്ങളുടെ ഭാര്യമാരുമായിട്ട് മാത്രമാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ആലോചിക്കണം. ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. ഇസ്ലാമിനെതിരെ കുതിര കയറുന്നവർ, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ എന്തിന്റെ പേരിലാണ് ഈ ആക്ഷേപങ്ങളെന്ന് ഞങ്ങൾക്കറിയണം. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തുന്നത്? ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇസ്ലാമിനെതിരെ വെച്ചുവെക്കുമ്പോ ട്രംപെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റായി സ്ഥാനാരോഹണം നടക്കുമ്പോ എന്തിന്റെ പേരിലാണ് പ്രസിഡന്റായി മാറിയത്? മുസ്ലിമീങ്ങളെ നാട് കടത്തുമെന്നും അമേരിക്കയിൽ ഒരു മുസ്ലിം പോലും ഉണ്ടാവില്ല എന്ന സുമോഹന വാഗ്ദാനങ്ങൾ നൽകിയപ്പോ അമേരിക്കക്കാരെല്ലാവരും വോട്ട് ചെയ്തു ട്രംപിന്റെ പേരിൽ. എന്തിന്റെ പേരിൽ? മുസ്ലിമീങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ അവൻ ഫെയിം ആവുകയാണ്, അവന് പ്രശസ്തി ലഭിക്കുകയാണ്. മൈക്ക് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. മാക്സിമം ഒന്ന്. ഇവിടെ നിന്നാലും ഒച്ച വേണം. ഞാൻ ഇവിടെ മുട്ടി നിൽക്കുകയാണ്. ഇവിടെ നിന്നാലും ശബ്ദം വേണം. അത് ആ ഒരു ലെവലിലാക്കണമെന്നുണ്ട്.
മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വനഅകുലുൽ മൈതത വനഅതിൽ ഫവാഹിഷ്, വ്യഭിചരിക്കുന്ന ഞങ്ങൾ വ്യഭിചാരം നിർത്തിയതാണോ ഞങ്ങളുടെ തെറ്റ്? വനഖതഉൽ അർഹാം, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരായിരുന്നു ഞങ്ങൾ. സ്വന്തം ജ്യേഷ്ഠനോട് പോലും യുദ്ധം ചെയ്യുന്ന ആളായിരുന്നു ഞങ്ങള്. യുദ്ധം ചെയ്യാൻ ആരെ കിട്ടിയില്ലെങ്കിൽ ആരെയും യുദ്ധം ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനോട് പോലും യുദ്ധം ചെയ്യുമായിരുന്നു. കുടുംബ ബന്ധമില്ല, ഉമ്മയോട് ബന്ധമില്ല, ഉപ്പയോട് ബന്ധമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മാതാപിതാക്കളെ ആരെങ്കിലും വെറുപ്പിച്ചാൽ അല്ലാഹുവിന്റെ കോപം അവൻ ഉണ്ടാകും. മാതാപിതാക്കളോട് നിങ്ങൾ എതിരെ സംസാരിക്കാൻ പാടില്ല. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? മാതാപിതാക്കളെ ബഹുമാനിച്ചതാണോ? കുടുംബക്കാരെ ബഹുമാനിച്ചതാണോ? ജ്യേഷ്ഠാനുജത്തിമാർ സ്നേഹത്തോടെ കഴിഞ്ഞതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എന്തിന്റെ പേരിലാണ് മക്കളിൽ നിന്ന് ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ നാട് കടത്താനാണ് ശ്രമിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ചില ആളുകൾ ദൈനംദിനം പ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ, പാകിസ്ഥാനിലേക്ക് കടന്നു പോകണമെന്ന്. എന്തിന്റെ പേരിൽ? ഇന്ത്യയെ ഞങ്ങളുടെ ഭാഗമായി, ഞങ്ങളുടെ ഭൂമിയായി, ഞങ്ങളുടെ നാടായി സ്നേഹിച്ചതാണോ ഞങ്ങളുടെ തെറ്റ്? ഒരുപാട് ആളുകൾ ബംഗ്ലാദേശിലേക്ക് കുടിയേറിയപ്പോ, ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് കുടിയേറിയപ്പോ, ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട, ഞങ്ങൾക്ക് ബംഗ്ലാദേശ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യ എന്ന മഹാഭാരതം മതി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ സ്നേഹിച്ചിട്ട് ഒരു കൂട്ടം ന്യൂനപക്ഷം ഇന്ത്യയിൽ നിന്നാണോ ഞങ്ങളുടെ തെറ്റ്? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇന്ത്യയെ സ്നേഹിച്ചതാണോ ഞങ്ങളുടെ തെറ്റ്? ഇന്ത്യയിൽ നിന്ന് മുസ്ലിമീങ്ങളെ പാകിസ്ഥാനിലേക്ക് ചേക്കേറാനും പാകിസ്ഥാനിലേക്ക് കയറ്റിവിടാനും ശ്രമിക്കുന്ന ആളുകൾ, ഫാസിസ്റ്റ് ശക്തികൾ ശ്രദ്ധിക്കണം. എന്തിന്റെ പേരിലാണ് ഈ ആക്ഷേപങ്ങള്? സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹം ബുൽബുലേഗെ ഉസ്കി യേ ഗുൽസിത്താൻ ഹമാരാ. ആരാണിത് പാടിയത്? ആരാ പാടിയത്? ഒരു മുസ്ലിം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും മനോഹരം എന്റെ ഇന്ത്യ മഹാരാജ്യമാണ്. ഇത് പാടിയതൊരു മുസ്ലിമല്ലേ? ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ലോകത്തുള്ള സർവ്വരാജ്യങ്ങളെക്കാളും മനോഹരം ഞങ്ങളുടെ ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ പൂവാടിയുടെ പുഷ്പങ്ങളുടെ തേൻ നുകരാൻ വരുന്ന ബുൽബുൽ പക്ഷികളാണ് ഞങ്ങൾ. പൂവിലുള്ള തേൻ തേടി വരുന്ന പക്ഷികളെ പോലെ, തേനീച്ചകളെ പോലെ ഇന്ത്യയുടെ സോസ് രുചിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ പക്ഷികളാണ് ഞങ്ങള്. ഇത് പറഞ്ഞത് ഒരു മുസ്ലിം മഹാനായ അല്ലാമാ ഇഖ്ബാൽ പാടിയതല്ലേ ഇത്? ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇന്ത്യയെ സ്വന്തം രാജ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം നടന്നാൽ എന്റെ മകനെ ഏറ്റവും മുമ്പിൽ പട്ടാളക്കാരനായി നിർത്തുമെന്ന് പറഞ്ഞതാണോ ഞങ്ങളുടെ തെറ്റ്? അറിയണം ഞങ്ങൾക്ക്. എന്തിന്റെ പേരിലാണ് ഈ ആക്ഷേപങ്ങള്? ഏകസിവിൽ കോഡും ബീഫിന്റെ നിരോധനങ്ങളും പർദ്ദയുടെയും ഹിജാബിന്റെയും നിരോധനങ്ങള്, താടിയുടെ പേരിലുള്ള പ്രശ്നങ്ങള്. ഇത് വേണോ സഹോദരങ്ങളെ? സൗഹാർദ്ദത്തോടെയല്ലേ കഴിച്ചുകൂടേണ്ടത്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും മറ്റുള്ള മതങ്ങളും തോളോട് തോളുരുമ്മി കൈകൾ കോർത്തിട്ട് ഒരേ ഒരു പാത്രത്തിൽ ഭക്ഷിക്കുന്ന രീതിയിൽ മതേതര രാജ്യമായി ലോകത്ത് ഇന്ത്യ അറിയപ്പെടുമ്പോഴല്ലേ, ബഹുസ്വര രാജ്യമായി ഇന്ത്യ അറിയപ്പെടുമ്പോഴല്ലേ അതിന്റെ ഒരു ഭംഗിയുള്ളത്? ആലോചിക്കണ്ടേ നമ്മളൊക്കെ? മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരായിരുന്നു. ഉപ്പ എന്ന ഒരു പരിഗണന ഞങ്ങൾ നൽകിയിട്ടില്ല, ഉമ്മ എന്ന പരിഗണന ഞങ്ങൾ നൽകിയിട്ടില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കഥകളെന്ന് പറയുമ്പോ ജനിച്ചു വീണ പെൺകുഞ്ഞിന് ജീവിക്കാൻ പോലും അവസരം നൽകാതെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഞങ്ങളോടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളെ കുഴിച്ചു മൂടല്ലേ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുഴിച്ചു മൂടല്ലേ. പെൺമക്കളെ ദാരിദ്ര്യം ഭയന്നിട്ടോ ഏതൊരു കാരണവശാലും പെൺമക്കളെ നിങ്ങൾ കുഴിച്ചു മൂടല്ല. മൻആല ജാരിയതൈനി ഹത്താ തബ്ലുഗ അന വഹുവ ഫിൽ ജന്നതി ഹകദാ. നിങ്ങൾ നിങ്ങൾക്ക് ജനിച്ചു വീണ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുന്നതിന് പകരം അവൾക്ക് ഭക്ഷണം നൽകി, അവൾക്ക് അഭയം നൽകി, അവൾക്ക് വസ്ത്രം നൽകി. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം. നജാശി രാജാവേ, പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ മുഖമാകെ കറുത്തു പോകുമായിരുന്നു ഞങ്ങളുടേത്. ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് പെണ്ണാണോ ആണാണോ എന്നാണ്. പെണ്ണാണെന്നറിഞ്ഞാൽ ദേഷ്യം കൊണ്ട് ഞങ്ങളുടെ മുഖം കറുക്കുമായിരുന്നു. ഈ പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞത് കൊണ്ട് നാണം കൊണ്ട് തല താഴ്ത്തിയിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. ആ ഒരു സമൂഹത്തോടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മനാല ജാരിയതൈനി. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ, 2 പെൺകുട്ടിയുണ്ടായാൽ, 3 പെൺകുട്ടിയുണ്ടായാൽ അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് അഭയം നൽകി, അവരെ വിവാഹപ്രായമെത്തുന്നത് വരെ വളർത്തി അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ ഞാനും അവരും സ്വർഗത്തിൽ ഇത്രത്തോളം അടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോഴാണ് പെൺമക്കളെ ജീവനോട് 20 പെൺമക്കളെയൊക്കെ ജീവനോട് കഴിച്ചു മൂടിയിരുന്ന ആളുകൾ എനിക്കും വേണം ഒരു പെൺകുഞ്ഞ്, എനിക്കും വേണം ഒരു പെൺകുഞ്ഞ് എന്ന് ദാഹിച്ചത്. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ആലോചിക്കണ്ടേ? സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലില്ല എന്ന് പറയുന്നവർ, സ്ത്രീകൾക്കെതിരെ ഇസ്ലാമിന്റെ മുത്തലാഖും മറ്റുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളെ ഒരു മൂലയിലിരുത്താനാണെന്ന് പറയുന്നവരെ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറയുന്നവരെ പഠിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഒരുപാട് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൈകളിൽ വെക്കുന്നവരല്ല. പിന്നെ ആരാണ് ഏറ്റവും നല്ലവർ? നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാ. ഇതല്ലേ ദീൻ പഠിപ്പിച്ചത്? ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇതാണോ പെണ്ണുങ്ങളോട് പരിശുദ്ധ ഇസ്ലാം ചെയ്ത തെറ്റ്? ഭർത്താക്കന്മാരെ നിങ്ങളിൽ ഏറ്റവും നല്ലവർ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ്. ഭാര്യമാർക്ക് വിഷമം ഉണ്ടാക്കാത്ത ആളുകളാണ്. ഭാര്യമാരെ സ്നേഹിക്കുന്നവരും അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ അതുപോലെ ജീവിച്ചതാണോ മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ്? മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ് അനന്തരാവകാശമില്ലാതെ ആൺകുട്ടികൾക്ക് മാത്രം അനന്തരാവകാശം നൽകിയിരുന്ന ഒരു കാലത്ത് പെൺകുട്ടികൾക്കും അനന്തരാവകാശം വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണോ നമ്മൾ ചെയ്ത തെറ്റ്? ഇതിന്റെ പേരിലാണോ മക്കയിൽ നിന്ന് ഹബശീനയിലേക്ക് നിങ്ങൾ നാടുകടത്തിയത്? കുടുംബബന്ധം വിച്ഛേദിച്ചിരുന്ന ഞങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കുടുംബബന്ധം പുലർത്തിയാൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്ന്. കുടുംബബന്ധം പുലർത്തിയാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമെന്ന്. ഇത് പറഞ്ഞതാണോ തെറ്റ്? കുടുംബബന്ധം പുലർത്തിയാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമെന്നും നിങ്ങളുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്നും പഠിപ്പിച്ചു. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരെ അല്ലാഹു വെറുക്കുമെന്നും പഠിപ്പിച്ചു. ഇതാണോ തെറ്റ്? പിന്നെയോ അയൽവാസികളോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങള്. അയൽവാസികളോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങള്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? അക്രിം ജാറക വലൗ കാന കാഫിറാ. നിങ്ങളുടെ അയൽവാസി മുസ്ലിമാണെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ അയൽവാസി ഹിന്ദുവാണെങ്കിലും ശരി, നിങ്ങളുടെ അയൽവാസി ക്രിസ്ത്യനാണെങ്കിലും ശരി, നിങ്ങളുടെ അയൽവാസി ജൂതനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചു. അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇസ്ലാം വരുന്നത് വരെ ചെറിയ ഒരു പിറ്റൽ കേസിന്റെ പേരിൽ, ഒരു ഒട്ടകം ഒരു പുല്ല് കളിച്ചതിന്റെ പേരിൽ, ഒട്ടകം ഒരു തോട്ടത്തിലേക്ക്, ഒട്ടകം ഒരു പാടത്തിലേക്ക് കയറിയതിന്റെ പേരിൽ 40 വർഷക്കാലം യുദ്ധം ചെയ്തിരുന്ന ഞങ്ങള് അള്ളാഹുവിന്റെ ഹബീബ് വന്നപ്പോ അയൽവാസിയെ ബഹുമാനിക്കാൻ തുടങ്ങി. അയൽവാസി പട്ടിണി കിടക്കുമ്പോ, അയൽവാസി വയറ് നിറയാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, വസ്ത്രം ധരിക്കാനില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ, കഷ്ടങ്ങളുടെ പ്രാരാബ്ദങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരുപാട് തീച്ചൂളയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ വയറ് നിറഞ്ഞോ എന്ന് നോക്കാതെ നിങ്ങൾ വയറ് നിറച്ചാൽ നിങ്ങൾ മുസ്ലിമല്ല എന്ന് പറഞ്ഞതാണോ തെറ്റ്? എന്താ പറഞ്ഞത്? അയൽവാസി പട്ടിണി കിടന്നാൽ നിങ്ങൾ മുഅ്മിനല്ല. നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ളതൊരു അമുസ്ലിമാണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. അവന് ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണി കിടന്നു, നിങ്ങൾ വേറെ നിറയെ ഭക്ഷണം കഴിച്ചാൽ നിന്നെ കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. ഇത് ആരോടാണ് ഈ പറയുന്നത്? അയൽവാസികളെ ബഹുമാനിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അയൽവാസികളോട് യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹത്തോട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, അഖിരിമിൽ ജാറ, നിങ്ങൾ അയൽവാസികളെ ബഹുമാനിക്കണേ. ഭക്ഷണം കഴിക്കുമ്പോ അയൽവാസിയുടെ വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണേ. നിങ്ങൾ വീട് കെട്ടുമ്പോ അയൽവാസിക്ക് വീടുണ്ടോ എന്ന് നോക്കണേ. നിങ്ങൾക്ക് വെള്ളം കുടിക്കുമ്പോ അയൽവാസിക്ക് വെള്ളമുണ്ടോ എന്ന് നോക്കണേ. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് മഹാനായ നജ്ജാശി രാജാവിനോട് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിൽ കയ്യൂക്കുള്ളവൻ കാര്യസ്ഥനായിരുന്നു. സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ളവർ, രാഷ്ട്രീയ മേലാളന്മാർ, അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം. വലിയ വലിയ ഉന്നതമായ തറവാട്ടുകാർ, കുടുംബ മഹിമയുള്ളവർ, സാമ്പത്തിക സ്രോതസ്സുള്ളവർ, മുതലാളിമാർ, രാഷ്ട്രീയക്കാർ, അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം. ഇതായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് വരുന്നത് വരെ ഞങ്ങളുടെ അവസ്ഥ. ഹബീബ് വന്നപ്പോ പറഞ്ഞു, എല്ലാവരും സമന്മാരാ. മുതലാളിക്ക് തൊഴിലാളിയേക്കാൾ സ്ഥാനമില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ സ്ഥാനമില്ല, വെളുത്തവന് കറുത്തവനേക്കാളും സ്ഥാനമില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രജകളെക്കാളും സ്ഥാനമില്ല. സൽമാനും ബിലാലും ഒന്ന് ചിരിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാകുന്നത്. കറുകറുത്ത ബിലാൽ, നിഗ്രോയായ ഒരു കാപ്പിരിയായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചപ്പോ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിയത്. കാപ്പിരികളെ, കറുകറുത്ത വർഗക്കാരെ, എന്തിന്റെ പേരിലാണ് ട്രംപിന്റെ ഭരണത്തിലേക്ക് വന്നത്? കറുത്ത വർഗക്കാരെ നാട്ടിൽ നിന്ന് വേറെ പിടികറിയുമെന്നുള്ള സുമോഹന വാഗ്ദാനം, വർഗവറയുടെ, വർണ്ണവറയുടെ, മത ജാതി വ്യത്യാസങ്ങളുടെ പേരിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറി വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കറുത്ത ബിലാലിനെയാണ്. കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ലോകം നോക്കിയിട്ടുണ്ട്, ലോകം അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. കറുത്ത വർഗക്കാർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല, അടിമകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥലത്താണ് ബിലാൽ തങ്ങളെ ഏറ്റവും പ്രതിഫലമുള്ള, എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും കൊതിക്കുന്ന ആ കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ചത്. ഇതാണോ തെറ്റ്? കറുത്തവന്റെയും വെളുത്തവന്റെയും ഇടയിൽ വ്യത്യാസമില്ല. ഉയർന്ന ജാതിക്കാരന്റെയും താഴ്ന്ന ജാതിക്കാരന്റെയും ഇടയിൽ വ്യത്യാസമില്ല. നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് എന്ന് പഠിപ്പിച്ചതാണോ തെറ്റ്? ഏറ്റവും നന്മ ചെയ്യുന്നവരാണ് ഏറ്റവും സ്ഥാനമുള്ളവരെന്ന് പഠിപ്പിച്ചതാണോ തെറ്റ്? ഇതിന്റെ പേരിലാണോ രാജാവേ മക്കയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഹബശീനയിലേക്ക് നിങ്ങളെ നാട് കടത്തിയത്? ഇത് കേട്ടപ്പോഴാണ്
ഇങ്ങനെ ഒരു ക്രൂരനായ തെമ്മാടികളായ ഞങ്ങളിലേക്കാണ് അല്ലാഹുവിന്റെ ഹബീബിനെ പറഞ്ഞേക്കുന്നത്. ഹബീബ് പറഞ്ഞു, നിങ്ങൾക്ക് ലൈംഗിക ശുദ്ധി വേണം, വ്യഭിചരിക്കരുത്. നിങ്ങളൊരു വാക്ക്, ഒരു കരാറേറ്റെടുത്താൽ ലംഘിക്കാൻ പാടില്ല. വാക്ക് പാലിക്കണം. സൂക്ഷിപ്പ് മുതൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണോ ഞങ്ങളെ മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് നജ്ജാശി രാജാവ് മക്കയിൽ നിന്ന് വന്ന കിങ്കരന്മാരോട് പറഞ്ഞത്, ഇവരെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, ലോക പോലീസായി ചമയുന്നവർ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും. പക്ഷെ പഠിക്കൂല. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയാലും പറഞ്ഞാലുമാണ് അവർക്ക് സ്ഥാനം ലഭിക്കുക. ബക്കറ്റ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നല്ല 1500 നോട്ടൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. 1500 ഇട്ട് കൊടുത്തോളൂ നിങ്ങള്. ബക്കറ്റ് വരികയാണ്. 1500 അതിപ്പോ നിങ്ങൾ നാളെ ബാങ്കിലൊക്കെ ക്യൂ നിന്ന് 2 മണിക്കൂറും 3 മണിക്കൂറും ഉച്ചവരൊക്കെ ക്യൂ നിന്നിട്ട് എക്സ്ചേഞ്ച് ആക്കുന്നതിന് പകരം വലിയൊരു ചെലവൊക്കെ നമ്മുടെ സംഘാടകർക്കുണ്ടാകും. 1000-500 എടുത്തിട്ട് കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഇവിടെ വിഷയം ഇവർ മാറ്റിക്കോളൂ, നിങ്ങൾ വിഷയാക്കണ്ട. നിങ്ങൾ അവര് മാറ്റിക്കോളൂ, നിങ്ങൾ ഇട്ട് കൊടുത്തോളേ. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടി സൗണ്ട് ഉഷാറാക്കി. നാളെ ശബ്ദം ഉണ്ടാവും തോന്നുന്നില്ല. ഞാൻ കുറച്ച് പറയുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് സൗണ്ടിലൊക്കെ പറയുന്നത്. 10-20 മാക്സിമം 11 മണിയാകുമ്പോൾ ദുആ ഒക്കെ കഴിഞ്ഞ് നിർത്തും ഞാൻ ഇൻഷാ അല്ലാഹ്. നജ്ജാശി രാജാവ് പറഞ്ഞു, ഇങ്ങനെയുള്ളവരാണോ നിങ്ങൾ നാട്ടിൽ നിന്ന് നാട് കടത്തിയത്? ഇവരെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല. വളരെ പ്രതീക്ഷയോടെ മുസ്ലിമീങ്ങളെ ഹബശീനയിൽ പോലും ജീവിക്കാൻ അനുവദിക്കാതെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് ആക്രമിക്കാൻ ശ്രമിച്ച ആ കിങ്കരന്മാർ നിരാശയോടെ നാട്ടിലേക്ക് മടങ്ങി. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ക്രൂരമായ മർദ്ദനങ്ങൾ, സ്വഹാബാക്കൾക്കെതിരെ ക്രൂരമായ മർദ്ദനങ്ങൾ. ഈ മർദ്ദനങ്ങളെല്ലാം 13 വർഷമാണ് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും അനുഭവിച്ചത്. 13 വർഷം. ഇവിടെ നമ്മൾ ആലോചിക്കണ്ടേ? നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പൊ നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതൊരു ദൈവമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അതിലെന്ത് കുഴപ്പമാണ്? 13 വർഷക്കാലം നിരന്തരമായി പീഡിപ്പിച്ചു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 വർഷക്കാലം പീഡിപ്പിച്ചതിന് ശേഷം അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലേക്ക് പോവാനുള്ള സമ്മതം നൽകി. ആ ഒരു സമ്മതം ലഭിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും വളരെ രഹസ്യമായി മദീനയിലേക്ക് നീങ്ങുകയാണ്. ആ സമയം പോലും അവർ വെറുതെ വിട്ടില്ല. മദീനയിലേക്ക് എത്തിയ മുസ്ലിമീങ്ങൾക്കിടയിലും ജൂതന്മാർക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിമീങ്ങളെയും മദീന നിവാസികളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഉപായങ്ങൾ കണ്ടെത്തിയവർ മദീനക്കാരായ മദീന നിവാസികളുടെ ആടുകൾ മോഷ്ടിച്ചിട്ട്, മദീന നിവാസികളുടെ കന്നുകാലികൾ മോഷ്ടിച്ചിട്ട് അവരവിടെ പ്രചരണം നടത്തി. മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങളാണ് ഈ നാൽക്കാലികൾ മോഷ്ടിച്ചതെന്ന്, മദീനയിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങളാണ് ഈ നാൽക്കാലികളെയും ആടുമാടുകളെയും മോഷ്ടിച്ചതെന്നുള്ളൊരു പ്രചരണം നടത്തി. എന്തിനെ? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക, ഭരിക്കുക. അങ്ങനൊരു മദീനക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് പ്രശ്നം അങ്ങനെയുണ്ടായി. പക്ഷെ വില്യം മൂർ എഴുതുന്നുണ്ട്, ലോകത്താദ്യമായി ബഹുസ്വരത എന്ന ഒരു ഭരണഘടന ഉണ്ടാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതേതരത്വം കാത്തു സൂക്ഷിച്ച് എല്ലാ മതങ്ങൾക്കും മദീനയിൽ ജീവിക്കാം. അത്ഭുതത്തോടെ വില്യം മൂർ പറയുന്നുണ്ട് തന്റെ ഗ്രന്ഥത്തില്, ആദ്യമായിട്ടൊരു ഭരണഘടന നിർമ്മിക്കാൻ. ഇന്ത്യക്ക് 1900-ലൊക്കെ അല്ലേ ഭരണഘടന നിർമ്മിച്ചത്. പക്ഷെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി. മദീനയിൽ ഏത് മതക്കാർക്കും സ്വതന്ത്രമായി ജീവിക്കാം.
ജൂതന്മാർക്ക് അവരുടെ ആരാധനകൾ ഉണ്ടാക്കാം, ജൂതന്മാർക്ക് അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാം, അവരുടെ ഇബാദത്ത് ആരാധനകൾ ചെയ്യാം. ക്രൈസ്തവർക്ക് അവരുടെ ആരാധനകൾ ചെയ്യാം, ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധനകൾ ചെയ്യാം. പക്ഷേ രാഷ്ട്രമെന്ന നിലക്ക് നമ്മളൊന്നും ഒന്നാണ്. ഇന്ത്യ രാജ്യവും ഇന്ത്യ മഹാഭാരതവും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആരാധനകൾ നടത്താം, ഹൈന്ദവർക്ക് അവരുടെ ആരാധനകൾ നടത്താം, ക്രൈസ്തവർക്ക് അവരുടെ ആരാധനകൾ നടത്താം. ഏത് മതസ്ഥർക്കും അവരുടെ ആരാധനാ കർമ്മങ്ങൾ സ്വതന്ത്രമായി ധൈര്യമായി നടത്താനുള്ള അവകാശം നൽകുന്നതോടൊപ്പം ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനും ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മറ്റുള്ള മതസ്ഥരും ഒന്നിച്ച് നിന്ന് കെട്ടുറപ്പോടെ അവർക്കെതിരെ ശബ്ദിക്കാൻ, അതാണ് നമ്മുടെ ഭരണഘടന. അതാവണം നിലനിൽക്കേണ്ടതും. അല്ലാതെ മുസ്ലിമീങ്ങളും എല്ലാവരും ഒരു നിയമം അംഗീകരിക്കണമെന്ന് പറയുന്നത് ഭൂഷണമല്ല, അത് കുഴപ്പമുണ്ടാവാൻ ഇവിടെ സാധ്യതയുണ്ട്. ഇവിടെ ചർച്ച ചെയ്തതാണ് ആ വിഷയങ്ങളൊക്കെ. മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലെത്തിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എഴുതി, ഏത് മതസ്ഥർക്കും അവരുടെ മതങ്ങൾ പിന്തുടരുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ മദീനയെ ആക്രമിക്കാൻ ആരെങ്കിലും കടന്നു വന്നാൽ, മദീനയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ഒരു എക്സ്പെഡിഷൻ മദീനയിലേക്ക് കടന്നു വന്നാൽ, മദീനക്കാരായ എല്ലാ മതക്കാരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു ഭരണഘടന ഇത് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ 10 വർഷക്കാലത്തിന് ശേഷം 10 വർഷക്കാലം മദീനയിൽ നിന്ന് ലോകത്തിന്റെ ശക്തിയായി ഇസ്ലാം വളർന്നു പന്തലിച്ചതു മുതൽ അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മക്കയെ ലക്ഷ്യമാക്കി തിരിച്ചു വരികയാണ്, ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തന്റെ ഉപ്പമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഞങ്ങളുടെ വീടും സ്വത്തുക്കളും നിലനിൽക്കുന്ന, ജനിച്ചു വളർന്ന മക്ക എന്ന് പറയുന്ന ആ ഒരു നഗരത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബും 10,000 സ്വഹാബാക്കളും കടന്നു വരികയാണ്. കാരുണ്യത്തിന്റെ മതം എന്ന് നമ്മൾ പറയുന്നത് വെറുതെയാണോ? എന്താണ് അല്ലാഹു തആല അല്ലാഹുവിനെ വിശേഷിപ്പിക്കുന്നത്? എന്താണ് അല്ലാഹു തആല അല്ലാഹുവിനെ വിശേഷിപ്പിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. കരുണാനിധിയും കരുണാകരനും, കരുണാനിധിയും കരുണാകരനുമായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ വിശേഷിപ്പിച്ചത് കാരുണ്യവാൻ എന്നാണ്, കാരുണ്യവാൻ എന്നാണ്. എന്നാൽ ലോകത്തെ ഉത്തമരായ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വിശേഷിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, അങ്ങും കാരുണ്യവാൻ തന്നെ, അങ്ങും കാരുണ്യവാൻ തന്നെ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു കാരുണ്യവാനാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി നബി തങ്ങളും കാരുണ്യവാൻ തന്നെ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, അങ്ങ് ലോകത്തെ ഒരു കാരുണ്യമായിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത്, അങ്ങ് ലോകത്തിന്റെ കാരുണ്യമാണ്. അല്ലാഹുവും കാരുണ്യവാൻ, നബിയും കാരുണ്യവാൻ. ഈ കാരുണ്യവാൻ 10,000 സൈന്യവുമായിട്ട് ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഒരു നായ മുലപ്പാല് നൽകുന്നത് കാണാനിടയായത്. മുലപ്പാല് വിവാദം അസ്തമിച്ചോ? മുലപ്പാല് വിവാദം ചർച്ചയായിരുന്നല്ലോ, അതൊക്കെ അസ്തമിച്ചത് കഴിഞ്ഞില്ലേ? 5 ബാങ്ക് കൊടുത്താലേ മുലപ്പാല് കൊടുക്കാൻ പാടുള്ളൂ, സൗണ്ട് പോയിട്ടാ. മുലപ്പാല് നൽകുന്ന ഒരു നായക്കുട്ടിയെ, ഒരു പട്ടിയെ കണ്ടപ്പോ, ചെറിയ പട്ടി കുഞ്ഞുങ്ങൾ മുലപ്പാല് കുടിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് യാത്ര ഇവിടെ നിർത്തുകയാണ്. മക്കയിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ മക്കയിലേക്ക് പോവുകയാണ്. 10,000 സൈന്യവുമായിട്ട് ജനിച്ച നാട്ടിലേക്ക് പോവുകയാണ്. കഅബ ഒന്ന് കാണാൻ, അവിടെ വന്ന് തവാഫ് ചെയ്യാൻ, അവിടെ വന്ന് ഹജ്ജ് ചെയ്യാൻ, ആ കഅബ മന്ദിരത്തിന്റെ കില്ല പിടിച്ചൊന്ന് ദുആ ചെയ്യാൻ പോകുന്ന വഴിയിലാണ് ഇസ്ലാം ഒരു നിന്ദ്യമായ നികൃഷ്ടമായ ജീവിയായി ഇസ്ലാം പരിചയപ്പെടുത്തിയ നായ മുലപ്പാല് നൽകുന്നത് കാണാനിടയായത്. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ ഹബീബ് ആ യാത്രാ സംഘത്തോട് പറഞ്ഞു, നിൽക്കണേ എന്ന്. ഇനി യാത്ര തുടരരുത്, ഇനി നിങ്ങൾ യാത്ര ആവർത്തിക്കരുത്. ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ ഈ നായക്ക് പ്രൊട്ടക്ഷനായി നിൽക്കണം, ഈ നായക്ക് കാവൽക്കാരനായി നിൽക്കണം. ഈ നായ മുലപ്പാല് കൊടുത്തു കഴിഞ്ഞ് ഇനി നീ ഞങ്ങളുടെ കൂടെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വഴിമാറി ആ മുലപ്പാല് നൽകുന്ന നായയെ ദ്രോഹിക്കാതെ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും മദീനയിലേക്ക് കടന്നു വരികയാണ്. ഒരു സഹാബിയെ ആ നായ മുലപ്പാല് നൽകി കഴിയുന്നത് വരെ, ആ കുഞ്ഞുങ്ങളെ വയറ് നിറയുന്നത് വരെ അതിന് പ്രൊട്ടക്ഷനായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പക്കയിലേക്ക് പോവുകയാണ്. ഇതാണ് കാരുണ്യത്തിന്റെ മതമെന്ന് പറഞ്ഞത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ 21-ാം നൂറ്റാണ്ടിലെ ഐസിസിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്, ഐസിസിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്. മുസ്ലിം ലീഗിനെതിരെ ചില ആളുകൾ ശബ്ദിക്കുന്നത് എനിക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. എന്തേ അവർ ശബ്ദിക്കുന്നത്? എന്ത് പറഞ്ഞാലും സമാധാനത്തിന്റെ വാക്കുകളാ പറയാ. എത്ര കാലമാണ് ഈ സമാധാനം നമ്മൾ കൊണ്ടാടാ? എന്ത് പറഞ്ഞാലും ബാബരി മസ്ജിദ് തകർത്താലും നിങ്ങൾ സമാധാനത്തോടെ നിൽക്കണമെന്ന് പറയാ. ഇവിടെ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും, ഇവിടെ മുസ്ലിം ലീഗുകാരനെ മറ്റൊരാൾ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കൊല്ലല്ലേ, സമാധാനത്തോടെ നിൽക്കണം. ഇതാണോ ഒരു മുസ്ലിം ചെയ്ത തെറ്റ്? ആലോചിക്കണ്ടേ? ഇതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഒഴിഞ്ഞു പോവാ മറ്റു ചില വർഗീയ പാർട്ടികളിലേക്ക്. ഇത് തെറ്റാണോ? ഇതാണോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരുപരുത്ത ഒരു ടർക്കി, പരുപരുത്ത ഒരു ഷാൾ തന്റെ ഷോൾഡറിൽ തൂക്കി ഷോൾഡറിൽ ഇട്ട് നിൽക്കുമ്പോഴാണ് പിൻഭാഗത്ത് നിന്ന് ഒരു അറാബി വന്നിട്ട് ഹബീബിന്റെ ആ ഷാൾ വളരെ പരുക്കമായി ധരിക്കുന്നത്. ആ വലിയുടെ ഗൗരവത്താൽ ആ പരുക്കമായ വലിയിലൂടെ ഹബീബിന്റെ ഷോൾഡറിൽ തൊലിയിൽ സ്ക്രാച്ച് വീണു, ചർമ്മത്തിൽ സ്ക്രാച്ച് വീണു. ഹബീബ് തിരിഞ്ഞിട്ട് കൊടുത്തോ? എന്താ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞു. സഹാബാക്കളോട് പറഞ്ഞു ഈ അറാബിക്ക് കൊടുക്കാൻ. തന്റെ ഷോൾഡറിൽ പരിക്കേറ്റത് കാരണം ആ അറാബി അല്ലാഹുവിന്റെ ഹബീബ് ശിക്ഷിച്ചിട്ടില്ല. സമാധാനത്തിന്റെ ദൂതനാണ്, സമാധാനത്തിന്റെ വാഹകനാണ്, സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതേ ഒരു സമാധാന സന്ദേശമാണ് മുസ്ലിം രാഷ്ട്രീയക്കാർ കൊണ്ട് നടക്കേണ്ടത്. മുസ്ലിമീങ്ങൾ തന്റെ വ്യക്തി ജീവിതത്തിൽ മുഖമുദ്രയായി കൊണ്ട് നടക്കേണ്ടത്. ഇതിനെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? കൊന്നാൽ തിരിച്ചു കൊല്ലാൻ മുസ്ലിമീങ്ങൾ പറയില്ല. വരമ്പത്ത് വെച്ചാൽ പാടത്ത് കൊടുക്കണമെന്നും പറയില്ല. മുസ്ലിമീങ്ങൾ പറയുന്നത് നിങ്ങൾ കൊന്നാൽ ക്ഷമിക്കണം. അതാണ് അല്ലാഹു പഠിപ്പിച്ചത്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ക്ഷമിക്കണം. അല്ലാഹു സഹായിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തന്റെ സമൂഹത്തെയും എല്ലാവരെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ച ആ ഒരു മക്കക്കാരായ മുശ്രിക്കീങ്ങളുടെ സമീപത്തേക്ക് വരികയാണ്. എല്ലാവരെയും വേണമെങ്കിൽ കൊന്നുകളയാം, അത്രയും വലിയ സൈന്യമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ളത്. മക്കക്കാരൊക്കെ പേടിച്ചു വിറക്കുകയാണ്. ഹബീബിനെ കല്ലെറിഞ്ഞവർ, ഹബീബിനെ ചീത്ത വിളിച്ചവർ, ഹബീബിനെ 3-4 വർഷക്കാലം ഒരു മലഞ്ചെരുവിൽ ഭക്ഷണം നൽകാതെ, വെള്ളം നൽകാതെ ഉപരോധിച്ചവർ, എന്നിട്ട് അവസാനം ഭക്ഷണം പോലും ലഭിക്കാതെ, വെള്ളം പോലും ലഭിക്കാതെ മരത്തിന്റെ പച്ചിലകൾ കഴിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും കാഷ്ടിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും നമ്മൾക്ക്. ഇതൊക്കെ അത് ആലോചിക്കുക. എന്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഐസിസ് അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖായിദയല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള തീവ്രവാദി സംഘടനകളല്ല, അത് മനസ്സിലാക്കുക. അവരെ കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തണ്ട. 3 വർഷക്കാലം 3-4 വർഷക്കാലം സ്വന്തം കുടുംബക്കാർ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ അല്ലാഹുവിന്റെ ഹബീബിനെയും സഹാബാക്കളെയും ഒരു മലഞ്ചെരുവിൽ താമസിപ്പിച്ചിട്ട് എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചിരുന്നു. ആ സമൂഹത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. എന്നിട്ടോ എല്ലാവരും പേടിച്ചു വിറക്കുകയാണ്.
എല്ലാവരും പേടിച്ചു പിറക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്രകാരന്മാർ വളരെ അത്ഭുതത്തോടെ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ട ഒരു ചരിത്രമാണ്. ലോകത്തുള്ള എല്ലാ ചരിത്രകാരന്മാരും ഈ ഒരു അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗമനത്തെ കുറിച്ച് എഴുതാതെ പോയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് വന്നപ്പോ നബി തങ്ങളുടെ തല താഴ്ന്ന് ഒട്ടകത്തിന്റെ ശരീരത്തിലേക്ക്, ഒട്ടകത്തിന്റെ പൂനയിലേക്ക് ഹബീബിന്റെ തലപ്പാവ് സ്പർശിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്റെ നബി തങ്ങൾക്ക് നെഞ്ചും വിരിച്ചു വാളും പിടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് വെട്ടി നിരത്ത എല്ലാത്തിനെയും നിരത്താം, ഒരാൾ എതിർക്കാണ്ടാവൂല. പക്ഷെ നബി തങ്ങൾ തല താഴ്ത്തിയത് എന്നെ കണ്ടിട്ട് ഒരു അമുസ്ലിമിന് പോലും പേടി ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ്. 10,000 സഹാബാക്കളുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോ എന്നെ ആട്ടിയോടിച്ച മക്ക മുശ്രിക്കീങ്ങൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പേരിൽ തല താഴ്ത്തി അല്ലാഹുവിന്റെ ഹബീബിന്റെ തലപ്പാവ് ആ ഒട്ടകത്തിന്റെ പൂഞ്ഞയ്ക്ക് സ്പർശിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അത്രയും വിനയാന്വിതനായി അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് കയറുമ്പോ സഹാബ അവിടെയുള്ള മുശ്രിക്കീങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പറഞ്ഞു, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം, നിങ്ങൾ ഏറ്റവും നല്ല സഹോദരനാണ്, നല്ല ഉപ്പാന്റെ മകനാണ്, ഞങ്ങൾ നല്ലതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നാളെ നിങ്ങൾ ഈ 2 ബോക്സ് ഉണ്ട്, ഇതും ഇവിടെ വെച്ചാൽ മതി. എനിക്കെന്താ വെച്ചാൽ ഇവിടെ ഉഷാർ, നിങ്ങൾ അവിടെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇവിടെ ഉഷാറായാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല ഇപ്പം ഞാൻ ഇന്ന് ഒച്ച വെച്ച് പറഞ്ഞു പോ സൗണ്ട് നാളെ ഉണ്ടാവില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കുറേ ബോക്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടെ ഞാൻ സംസാരിച്ച സൗണ്ട് കേൾക്കുന്നില്ലല്ലോ, അതെന്തേ? ഇത്ര ദൂരെ നിന്നാലും ശബ്ദം നല്ല ഹൈ ശബ്ദം വേണം, അതൊന്നും കിട്ടുന്നില്ല. അപ്പോ സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി മക്കയിലെത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം, നിങ്ങൾ നല്ല ഉപ്പാന്റെ നല്ല മകനാണ്, അതുകൊണ്ട് ഞങ്ങൾ നല്ലതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾ ആരെയും ഞാൻ ശിക്ഷിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകുകയാണ്. ഇദ്ഹബൂ വഅൻതും തുലഖാ, ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളെ ഒരാളെയും ഞാൻ നോവിക്കില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടാണ് മക്കയിലേക്ക് കയറിയത്. ഈ പാഠം മുസ്ലിമീങ്ങളുടെ ഈ പാഠം പഠിക്കാതെ ദയവ് ചെയ്ത് മുസ്ലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ ഒരാളും വരരുത്. ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾ. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾ. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. اللهم إنك أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك دار السلام. അല്ലാഹു പറയുന്നുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ പറയേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം, അല്ലാഹുവേ നീ സമാധാനമാണ്. അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം, അല്ലാഹുവേ നീ സമാധാനമാണ്. വമിൻകസ്സലാം, സമാധാനം വരുന്നതും നിന്നിൽ നിന്ന് തന്നെ. വഇലൈകസ്സലാം, നിനക്കാണ്, നിന്നിലേക്കാണ് സമാധാനം. അതുകൊണ്ട് അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സമാധാനം തരണേ, സമാധാനത്തിന്റെ പറുദീസയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ എന്നുള്ള ദുആ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് സമാധാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമ്പിയാക്കൾ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ അക്രമം നടത്തിയത് പറയാൻ പറ്റുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആലോചിക്കോ, ശ്രദ്ധിക്കോ, തല തുറന്ന് ചെവി തുറന്ന് കേൾക്കണം എല്ലാവരും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കാഫിറായിരുന്നു. അതിന്റെ പേരിൽ മകനെ കൊന്നിട്ടുണ്ടോ? ഉണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കാഫിറായിരുന്നു. അതിന്റെ പേരിൽ നൂഹ് നബി അലൈഹിസ്സലാം മകനെ കൊന്നിട്ടുണ്ടോ? നൂഹ്
നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കാഫിറത്തായിരുന്നു, മുസ്ലിമായിരുന്നു. അതിന്റെ പേരിൽ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയെ കൊന്നിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് ആസർ എന്ന് പറയുന്ന പിതാവ് കാഫിറായിരുന്നു. പിതാവല്ല എന്നും അഭിപ്രായമുണ്ട്. കാഫിറായിരുന്നു. അതിന്റെ പേരിൽ പിതാവിനെ കൊന്നിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാം ഇസ്ലാമിക ആശയം സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രവാചകനാണല്ലോ. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കാഫിറത്തായിരുന്നു. അതിന്റെ പേരിൽ ഭാര്യയെ കൊന്നിട്ടുണ്ടോ? കൊല്ലുന്നത് പോട്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നു. ഉപ്പയ്ക്ക് മകനെ നിർബന്ധിക്കാം, ഭർത്താവിന് ഭാര്യയെ നിർബന്ധിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇവരെ നിർബന്ധിച്ചിട്ട് മതപരിവർത്തനം നടത്തിയത് പറയാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പ്രവാചകനല്ലേ? പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളൊരു പ്രവാചകനാണ്. നബി തങ്ങളാണ് സന്ദേശം ആളുകളിലേക്ക് കൈമാറിയത്. എന്നിട്ട് നബി തങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നീ മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിമാക്കിയ ചരിത്രം ഏതെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ പറ്റും? ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യ കാഫിറത്തായിരുന്നു. സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഭാര്യ വിശ്വസിച്ചില്ല. അതിന്റെ പേരിൽ കൊലപാതകം നടത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതൃവ്യനായ തങ്ങളുടെ പിതൃവ്യനായ അബൂ താലിബ് മുസ്ലിമല്ലല്ലോ. എന്താണ് മരണശയ്യയിൽ പറഞ്ഞത്? അബൂ താലിബേ, നിങ്ങളൊന്ന് മുസ്ലിമായി കൂടെ? മുസ്ലിമാവാൻ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധിച്ചിട്ടില്ല. അതിന്റെ പേരിൽ കൊലപാതകം നടത്തിയിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് മതത്തിന്റെ പേരിൽ കൊലപാതകം നടത്തുന്നത്? മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചാവേറുകൾ ഉണ്ടാവാറുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടക്കാറുണ്ട്. ആ സ്ഫോടനങ്ങൾ ഇസ്ലാമിനെ വളർത്താനല്ലല്ലോ. പാകിസ്ഥാനിലെ പെഷവാറിൽ ഒരു സ്കൂളിൽ പട്ടാളക്കാരുടെ മക്കളെ പഠിക്കുന്ന ഒരു സ്കൂളിൽ 100 മക്കളെ അതിനിഷ്ഠൂരമായി ദാരുണമായി കൊലപ്പെടുത്തിയത് ഇസ്ലാമിനെ വളർത്താനാണോ? കൊന്നതും മുസ്ലിമീങ്ങൾ, കൊല്ലപ്പെട്ടതും മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് ഇന്ത്യയിലും എവിടെയാണെങ്കിലും തീവ്രവാദികൾ മുസ്ലിമീങ്ങളല്ല. അവർ മുസ്ലിമീങ്ങൾ എന്ന് പറയാൻ നമ്മൾക്ക് പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളൊരു പൈങ്കിളിയെ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു കാക്കച്ചി എന്നല്ല പറയുക. നമ്മുടെ നാട്ടിലുള്ള ഒരു പക്ഷിയെ വെറുതെ ഒരാൾ കൊന്നാൽ അവനെതിരെ ഞാൻ നാളെ മഹ്ശറയിൽ സാക്ഷി നിൽക്കുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കോഴിയെ അറുക്കുമ്പോ, ഒരു മൃഗത്തെ അറുക്കുമ്പോ ആ മൃഗത്തിന്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങളുടെ വാളിനോ നിങ്ങളുടെ കത്തിക്കോ മൂർച്ച കൂട്ടല്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള മൃഗങ്ങളെ നോവിക്കാൻ പാടില്ല. കരിച്ചു കളഞ്ഞു പോയ, ഇരുമ്പുകളേറ്റ് പരിതപിച്ചു പോയ തന്റെ സമൂഹത്തെ, തന്റെ സ്വഹാബികളെ ആക്ഷേപിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി തീ കൊണ്ട് ശിക്ഷിക്കാൻ നിങ്ങളോട് ആരാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് സ്വഹാബാക്കളെ കണിശമായ രീതിയിൽ ദേഷ്യപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ മതം. എന്റെ നാട്ടിൽ ജീവിക്കുന്ന, മക്കയിൽ ജീവിക്കുന്ന, മദീനയിൽ ജീവിക്കുന്ന ഏതെങ്കിലും അമുസ്ലിമായ അമുസ്ലിമായ സഹോദരനെ നിങ്ങളൊരു പേരേൽപ്പിച്ചാൽ നിങ്ങൾക്കെതിരെ ഞാൻ നാളെ മഹ്ശറയിൽ സാക്ഷി നിൽക്കുമെന്ന് പഠിപ്പിച്ച് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ലോകത്തിന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി. ഇതൊക്കെ അല്ലേ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? എന്താണ് ഹൈന്ദവ മതങ്ങള്, ഹൈന്ദവ വിശ്വാസികൾ പറയുന്നത്? മാനിഷാദ, അരുത് കാട്ടാള, അരുത്. സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി മഹാഭാരതത്തിന്റെ സംസ്കാരത്തെ കളങ്കപ്പെടുത്തരുത്. എന്തോരു മനോഹരം! വാൽമീകിയുടെ ഈ വാക്കുകൾ നമ്മൾക്ക് മറക്കാൻ പറ്റോ? 2 പക്ഷികൾ സല്ലപിക്കുമ്പോ പക്ഷികൾ അറിയാതെ മറവിൽ നിന്ന് പക്ഷികളെ വേട്ടയാടാൻ നിൽക്കുന്ന വേടയാടുന്ന വേടനോട്
മഹർഷി പറഞ്ഞത് അരുത് കാട്ടാള, അരുത് അരുത്. സല്ലപിക്കുന്ന ഇണക്കിളികളുടെ പരസ്പരം കുശലന്വേഷണം നടത്തുന്ന രണ്ട് പക്ഷികളെ വേട്ടയാടി അതിന്റെ രക്തം ഈ ഇന്ത്യ രാജ്യത്ത് വീണാൽ ഇന്ത്യ രാജ്യത്തിന് കളങ്കം സംഭവിച്ചു പോകും. അതുകൊണ്ട് ഒരാളെയും ഹിംസിക്കരുത് എന്ന് പഠിപ്പിച്ച ഹൈന്ദവ വിശ്വാസികൾ ഒരു മൃഗത്തോട് പോലും അന്യായമായി പെരുമാറരുത് എന്ന് പഠിപ്പിച്ച മുസ്ലിമീങ്ങൾ, ക്രൈസ്തവ വിശ്വാസികൾ എങ്ങനെയാണ് നമ്മൾക്ക് പരസ്പരം പോരടിക്കാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങൾക്കിടയിൽ സൗഹൃദമില്ല, മതങ്ങൾക്കിടയിൽ സൗഹൃദമില്ല. മനുഷ്യന്മാർക്കിടയിലാണ് സൗഹൃദം വേണ്ടത്, മതങ്ങൾക്കിടയിലല്ല സൗഹൃദം വേണ്ടത്, മനുഷ്യന്മാർക്കിടയിലാണ് സൗഹൃദം വേണ്ടത്. ഒരു മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്തുവിന്റെയും ഇടയിലാണ് സൗഹൃദം വേണ്ടത്. ഇസ്ലാമിന്റെയും ഹൈന്ദവ മതത്തിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും ഇടയിൽ സൗഹൃദം ഉണ്ടാവൂല. അതെങ്ങനെ ഉണ്ടാവുക? അതെങ്ങനെ ഉണ്ടാവുക? മുസ്ലിമീങ്ങൾ ഏകദൈവമായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ നമ്മള് അവരുടെ മതത്തെ അംഗീകരിച്ചാല് നമ്മൾക്ക് നമ്മുടെ മതത്തിൽ വിശ്വാസം ഇല്ല എന്നല്ലേ വരിക? അവര് നമ്മുടെ മതത്തെ അംഗീകരിച്ചാല് അവർക്ക് അവരുടെ മതത്തിൽ വിശ്വാസം ഇല്ല എന്നല്ലേ വരിക? പറയുന്നത് മനസ്സിലാക്കണം. ത്രിയേകത്വം ക്രൈസ്തവർ ഇസ്ലാമിനെ അംഗീകരിച്ചാൽ എന്താ വരിക? എന്നാലും പിന്നെ അവരുടെ ത്രിയേകത്വത്തിൽ വിശ്വാസമില്ല. അപ്പൊ മതങ്ങൾക്കിടയിലല്ല സൗഹൃദം വേണ്ടത്, മതങ്ങൾക്കിടയിൽ ഇവിടെ കുഴപ്പമില്ല. സൗഹൃദം വേണ്ടത് മനുഷ്യന്മാർക്കിടയിലാണ്. മുസ്ലിമിന്റെയും ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഇടയിലാണ് സൗഹൃദം വേണ്ടത്. മതങ്ങൾ ഒരിക്കലും സൗഹൃദം ഉണ്ടാവൂല, സൗഹൃദം ഉണ്ടാവാൻ പാടില്ല. കാരണം സൗഹൃദം ഉണ്ടായാലും പിന്നെ എല്ലാം ഒന്നല്ലേ? സൗഹൃദം ഉണ്ടായാലും പിന്നെ മതങ്ങൾ എന്നൊരു മതിൽക്കെട്ട് വേണോ? എല്ലാ മതവും ഒന്നായിക്കൂടെ? മതങ്ങൾക്കിടയിൽ സൗഹൃദം ആവശ്യമില്ല, അതുണ്ടാവേണ്ട ആവശ്യമില്ല, ഉണ്ടാവില്ല. മനുഷ്യന്മാർക്കിടയിൽ മുസ്ലിമീങ്ങൾക്കും ക്രൈസ്തവർക്കും മറ്റുള്ള മതവിശ്വാസികൾക്കും ഇടയിലാണ് സൗഹാർദ്ദം വേണ്ടത്. അത് നിലനിർത്തട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രതീകമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പഠിപ്പിച്ചതും ജനങ്ങൾക്ക് കാരുണ്യം എത്തിച്ചു കൊടുക്കാനാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് നേരത്തെ വരികയാണ്, നേരത്തെ വന്നിരുന്നവരാണ്. സമയം ഒരുപാട് അതിക്രമിച്ചു. നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഓരോ അമ്പിയാക്കളും എങ്ങനെയാണ് സമൂഹത്തെ പ്രബോധനം ചെയ്തത് എന്ന് നമ്മൾക്ക് നോക്കാം. ഇത് നമ്മൾക്കറിയാം, നമ്മളല്ലേ ഇത് കേൾക്കേണ്ടത് മറ്റുള്ള വിശ്വാസികളാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളായ എന്റെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങളായത് കേൾക്കേണ്ടത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോവാണ്. അമേരിക്കക്കാരൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഐസിസ് ആണ്, അതുകൊണ്ട് ട്രംപിന് വോട്ടിടുന്നത്. അല്ലെങ്കിൽ എന്ത് യോഗ്യത ഈ ട്രംപിനൊക്കെ ഉള്ളത്? എന്ത് യോഗ്യത, എന്ത് സംസ്കാരമായി ട്രംപിനൊക്കെ ഉള്ളത്? അവന്റെ ഒരൊറ്റ ഒരു യോഗ്യത മുസ്ലിമീങ്ങൾക്കെതിരെ ശബ്ദിച്ചു എന്നുള്ളതാണ്. ആ ഒരു യോഗ്യത കൊണ്ടാണ് ട്രംപ് അധികാരത്തിലേറിയത്. കാരണം അമേരിക്കക്കാരന് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഐസിസ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് ആണ്, ഭീകരവാദികളാണ്. അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. അവർ മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്, അവർക്ക് തിരിയാത്തതിന്റെ കുഴപ്പമാണ്. അതിന് പിന്നിൽ കളിക്കുന്ന ചില ഗൂഢശക്തികളുണ്ട്. ഇസ്ലാമിനെ തീവ്രവാദമായി ലോകത്ത് സമൂഹങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് ലോകത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് നമ്മുടെ കേരളത്തിലെ വരെ ചാനലുകൾ പോലും അവരുടെ കടിഞ്ഞാണില്ല. നിങ്ങളെന്താ വിചാരിച്ചത്? കേരളത്തിലെ ചാനലുകൾ വരെ ഈ ലോബികളുടെ കടിഞ്ഞാണിലാണ്. അതുകൊണ്ടാണ് മലപ്പുറത്ത് ബോംബ് പൊട്ടുമ്പോ അവിടെ അപ്സഫ വേണമെന്നും കൊല്ലത്ത് പൊട്ടുമ്പോ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതും അതുകൊണ്ടാണ്. കേരളത്തിന് 14 ജില്ലകളാണ്. അതിൽ കാസർഗോഡും മലപ്പുറവും കൊല്ലവും തിരുവനന്തപുരവും സെയിം സ്ഥാനമാണ്. എല്ലാ ജില്ലകൾക്കും സെയിം സ്ഥാനം, സെയിം പൊസിഷൻ. മലപ്പുറത്തിന് കൊല്ലത്തെക്കാൾ പ്രാധാന്യമില്ല, കൊല്ലത്തിന് മലപ്പുറത്തെക്കാളും പ്രാധാന്യമില്ല. രണ്ട് സ്ഥലത്തും ബോംബ് സ്ഫോടനം നടന്നു. അവിടെ പൊട്ടിയപ്പോ പട്ടാക്കിയായി, അവിടെ പൊട്ടിയപ്പോ വെടിയായി, ഇവിടെ പൊട്ടിയപ്പോ തീവ്രവാദമായി. അതങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ചാനലുകാർ ക്യാമറ കണ്ണുകളുമായി മലപ്പുറത്തേക്ക് വരികയും സൈന്യത്തെ വിന്യസിക്കണമെന്നും അഫ്സബ പ്രഖ്യാപിക്കണമെന്നും കേന്ദ്രം മലപ്പുറത്ത് ഭരിക്കണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ ചാനലുകളൊക്കെ ഈ നേരത്തെ പറഞ്ഞ ലോബികളുടെ കൈപ്പിടിയിലായതുകൊണ്ടാണ്.
പത്രക്കാർക്കൊക്കെ എന്താ ആവേശം, മലപ്പുറത്ത് ഒരു പട്ടാക്കി പൊട്ടിയപ്പോ ഒരു വെടി പൊട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയും ചെറിയ നിസ്സാരമായ ഒരു ശബ്ദം, ഒന്നും ഉണ്ടായിട്ടില്ല പൊട്ടൽ കൊണ്ട്. ഒരു പെൻഡ്രൈവ് കിട്ടി, ഒരു ലഘുലേഖ കിട്ടി. ഇതിന്റെയൊക്കെ പേരിൽ എത്ര സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന മലപ്പുറം ജില്ലയെ നമുക്ക് എന്ത് ചെയ്യണം? തീവ്രവാദ ജില്ലയായിട്ട് മാറ്റണം. എന്നാൽ കൊല്ലത്ത് പൊട്ടിയപ്പോ അത് ചോദിക്കരുത്, അത് മിണ്ടരുത്, കൊല്ലം പിന്നെ മുസ്ലിങ്ങൾ കുറവാണല്ലോ. ഇതാ എന്തിനാണിത്? അതെനിക്കറിയേണ്ടത്. ഇത് എന്തിനാണ് എന്ന് പറയണം. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ ലോകത്തുള്ള എല്ലാവരും ഇസ്ലാമിനെതിരെ ശബ്ദിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർഷം മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷികു അൻ തദാ അലൈക്കുമുൽ ഉമ്മു മിൻ കുല്ലി ഉഫുഖിൻ. ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് നിങ്ങളെ ടാർഗറ്റ് ചെയ്യും എല്ലാ ശക്തികളും. അമേരിക്കക്കാരന്റെയും റഷ്യക്കാരന്റെയും ഇസ്രായേലുകാരന്റെയും എല്ലാവരുടെയും ടാർഗറ്റ് മുസ്ലിമീങ്ങളാണ്. ഇതുണ്ടാകും, ഇത് സംഭവിക്കും അവസാന കാലഘട്ടം വരുമ്പോ. കമാ തദഅൽ ലകലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണത്തളികയിലേക്ക് തീറ്റക്കൊതിയന്മാരായ ഭക്ഷണപ്രിയരായ ആളുകളുടെ കൈകൾ നീളുന്നത് പോലെ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലുള്ള ഭക്ഷണങ്ങൾ ചൂർന്നു പോകുന്നത് പോലെ ലോകത്തിലെ മുസ്ലിമീങ്ങളെ നിഷ്കാസനം ചെയ്യാൻ സർവശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അമിൻ ഖില്ലത്തിൻ നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ എണ്ണം കുറഞ്ഞതാണോ നബിയെ? കാരണം ഞങ്ങൾ കുറച്ച് ആളായത് കൊണ്ടാണ് എല്ലാരും ഞങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്, എല്ലാരും ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ എണ്ണം കുറഞ്ഞതാണോ? അല്ല, ഒരുപാട് പേരുണ്ട്. ലോകത്തിന്റെ പോപ്പുലേഷൻ എടുത്തു നോക്കുമ്പോ, ലോകത്തിന്റെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോ 2ാം സ്ഥാനത്ത് നിങ്ങളായിരിക്കും. പിന്നെ എന്താ നബി ഞങ്ങളുടെ കുഴപ്പം? നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾക്കൊരു രോഗം പിടിപെട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്. ആ അസുഖം നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ പ്രശ്നം തീരും. നിങ്ങളിലേക്ക് പെട്ടുപോയ അസുഖങ്ങളെ നിങ്ങൾ എടുത്തു മാറ്റിയാൽ നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതും എഴുതുന്നതും ഒച്ചവെക്കുന്നതും മോശാനം പാടുന്നതും നിർത്തും. എന്താണ് നിങ്ങൾക്ക് അനുഭവിച്ച, നിങ്ങൾക്കുണ്ടായ പ്രശ്നം എന്താ? 2 കാരണങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ പേടി, മരണത്തെ വെറുക്കുകയും ദുനിയാവിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന 2 രോഗം നിങ്ങളെ പിടിപ്പെട്ടത് മുതലാണ് നിങ്ങൾ നശിക്കാനും നാശത്തിന്റെ പരാജയത്തിന്റെ കൈപ്പിനീര് കുടിക്കാനും തുടങ്ങിയത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കാൻ പേടി, മരണത്തെ വെറുക്കുക, എന്നാൽ ജീവിച്ചു പിരിതീരാതിരിക്കുക. ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം, ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ഉത്സാഹം, സമ്പാദിക്കാനുള്ള താല്പര്യം, സമ്പത്തിന്റെ പളപളപ്പിന്റെ പിന്നാലെയുള്ള നെട്ടോട്ടം, ഇതൊക്കെയാണ് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയത്. മരണത്തെ നിങ്ങൾ ഓർക്കുകയോ, മരണത്തെ നിങ്ങൾ ഓർക്കുകയോ പേടിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ ഓർക്കുന്നില്ല. മരണത്തെ നിങ്ങൾക്ക് പേടിയാ, മരണത്തെ നിങ്ങൾക്ക് വെറുപ്പാ. എങ്ങനെ പേടിക്കാതിരിക്കും? കാരണം ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. നന്മയുണ്ടെങ്കിലല്ലേ മരിക്കാൻ കൊതിയുണ്ടാവും. ഈ 2 വിഷയമാണ് നമ്മൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാവാൻ കാരണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബാക്കി വിഷയങ്ങളൊക്കെ നമ്മൾക്ക് നാളെ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യുക. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. توفنا وأهلنا مسلمين والحقنا بالصالحين. أرحم الراحمين يا رب ഞങ്ങൾക്ക് തഖ്വ നൽകണേ അല്ലാഹ്, ഞങ്ങളെ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്.
അല്ലാഹുവേ മുസ്ലിമായി നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ യസ്സിർ അസിയനാ വസഹിൽ ഉമൂറനാ വഫർജ് ഹുമൂമനാ വക്ഷിഫ് ഖുറൂബനാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാഹ്, പ്രാരാബ്ധങ്ങൾ നീക്കണേ അല്ലാഹ്, കടങ്ങൾ കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അദ്ദിദൂനനാ വഹസ്സിൽ മുറാദനാ വഖൽ ഹാജാതിനാ. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങൾ കൊടുത്തു വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മത്താനാ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ദഫഅ ബലിയാതിനാ അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹദ്ദുരി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. നീ തന്ന ശബ്ദമോ സൗന്ദര്യമോ ആരോഗ്യമോ സമ്പത്തോ മക്കളോ ഒന്നും നീ തിരിച്ചെടുക്കല്ലേ റബ്ബേ. മരണം വരെ നീ അത് നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ തന്ന ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നീ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. നീ തന്ന നിഅമത്ത് നീ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും കാക്കണേ അല്ലാഹ്. സംഭാവന ചെയ്ത ആളുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവിടെ വന്ന ഒരുമിച്ചുകൂടി എല്ലാവർക്കും നീ വിജയം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഖൈർ ചെയ്യണേ അല്ലാഹ്. എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ. കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തരുകയും ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുകയും ചെയ്യണേ അല്ലാഹ്.